ഇംഗ്ലണ്ടിലും വെയിൽസിലും അസിസ്റ്റഡ് സൂയിസൈഡ് നിയമവിധേയമാക്കുവാൻ അവതരിപ്പിച്ച ബിൽ പരാജയപ്പെട്ടു. ഇത് മനുഷ്യാവകാശ പോരാട്ടത്തിലെ വലിയ വിജയമാണെന്ന് പ്രോലൈഫ് ഗ്രൂപ്പുകളും ക്രൈസ്തവ സംഘടനകളും പ്രതികരിച്ചു. ഇംഗ്ലണ്ടിലും വെയിൽസിലും മാരകരോഗം ബാധിച്ചവർക്ക് പരസഹായത്തോടെ മരണം തിരഞ്ഞെടുക്കാൻ അനുമതി നൽകുന്നതിനായി ലേബർ പാർട്ടി MP കിം ലെഡ്ബീറ്റർ അവതരിപ്പിച്ച ടെർമിനലി ഇൽ അഡൾട്ട് ബില്ലാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അസാധുവായത്. നിയമമാകുവാൻ സാധ്യതയുണ്ടെന്ന് പരക്കെ വിശ്വസിക്കപ്പെട്ട ബിൽ ഹൌസ് ഓഫ് ലോർഡ്സിൽ നടന്ന വിശദമായ ചർച്ചകൾക്കും എതിർപ്പുകൾക്കുമൊടുവിൽ അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചതോടെ അസാധുവാകുകയായിരുന്നു. കഴിഞ്ഞ ജൂണിൽ ഹൌസ് ഓഫ് കോമൺസിൽ 291-നെതിരെ 314 വോട്ടുകൾക്ക് ബിൽ പാസാക്കിയിരുന്നു. എന്നാൽ ഉപരിസഭയായ ഹൌസ് ഓഫ് ലോർഡ്സിലെത്തിയപ്പോൾ ബില്ലിലെ ഗുരുതരമായ പിഴവുകൾ ഓരോന്നായി വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കി. രോഗികൾക്ക് നൽകുന്ന സംരക്ഷണം അപര്യാപ്തമാണെന്നും ഇത് ദുരുപയോഗം ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും വിമർശനമുയർന്നിരുന്നു. മനുഷ്യജീവന്റെ അന്തസ്സിനെ ഇത് തകർക്കുമെന്നും വയോധികരെയും അവശരെയും മരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നും കത്തോലിക്ക സഭയും മറ്റ് ക്രൈസ്തവ സംഘടനകളും മുന്നറിയിപ്പ് നൽകി. ബില്ലിന്റെ പരാജയത്തെ പ്രോലൈഫ് സംഘടനകൾ ആവേശത്തോടെയാണ് വരവേറ്റത്. നടപടിക്രമങ്ങളുടെ ഭാഗമായി യാദൃശികമായല്ല ബില്ല് പരാജയപ്പെട്ടതെന്നും ബില്ലിനെക്കുറിച്ചുള്ള കൃത്യമായ പരിശോധന അതിന്റെ പാളിച്ചകൾ തുറന്നുകാട്ടിയെന്നും മാരക രോഗബാധിതരായവരെ കൊല്ലുന്നതിന് പകരം അവർക്ക് മികച്ച പരിചരണം നൽകാനാണ് രാജ്യം ശ്രദ്ധിക്കേണ്ടതെന്നും സൊസൈറ്റി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് അൺബോൺ ചിൽഡ്രൻ പ്രതികരിച്ചു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് ബില്ലിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു. പാർലമെന്റ് അംഗങ്ങളോട് ഈ ബില്ലിനെതിരായ നിലപാട് സ്വീകരിക്കാൻ കർദിനാൾ വിൻസെന്റ് നിക്കോളാസ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മനുഷ്യജീവന്റെ വില ഉയർത്തിപ്പിടിക്കുന്നതിനായി ബ്രിട്ടനിലെ വിശ്വാസികളും മനുഷ്യാവകാശ പ്രവർത്തകരും നടത്തിയ പ്രാർത്ഥനയും പോരാട്ടവും വൃഥാവിലായില്ല എന്നത് എല്ലാവർക്കും ആശ്വാസം നൽകുന്നുവെന്ന് ബ്രിട്ടനിലെ പ്രോലൈഫ് പ്രവർത്തകർ ബില്ലിന്റെ പരാജയപ്പെടലിനെക്കുറിച്ച് പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്.